എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ്. കേരള PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. LDCക്കും അതുപോലെ തന്നെ LGSനും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ പോയിൻറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനാര്? പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. അടുത്തത്, കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് ആര്? AO ഹ്യൂം. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ച വ്യക്തിയാണ് AO ഹ്യൂം. അടുത്തത്, ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? 1931 കറാച്ചി സമ്മേളനത്തിൽ. 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1984 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് 1929 സമ്മേളനത്തിന് വേദിയായ നഗരമേത്? ലാഹോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരമേതാണ്? ലാഹോറാണ്. അടുത്ത പോയിന്റ്, 1937 എത്ര കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത്? 8 മന്ത്രിസഭകൾ. 1937 8 കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത്. അടുത്തത്, കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയാര്? വില്യം വെഡർബേണാണ്. കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. അടുത്ത പോയിന്റ്, 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരയിൽ വച്ചാണ്. ഏത് സംസ്ഥാനത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരയിലാണ്, അതായത് മധ്യപ്രദേശിലെ ത്രിപുരയിലാണ് 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത്. അടുത്ത പോയിന്റ്, മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപെടുത്തി ആന്ധ്ര പ്രൊവിഷ്യൻസ് കോൺഗ്രസ് കമ്മിറ്റി രൂപവത്കരണം എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വർഷമേത്? 1917. മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപെടുത്തി ആന്ധ്ര പ്രൊവിഷ്യൻസ് കോൺഗ്രസ് കമ്മിറ്റി രൂപവത്കരണം എന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച വർഷം 1917. അടുത്ത പോയിന്റ്, 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? വില്യം ദിഗ്ബിയാണ്. 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് വില്യം ദിഗ്ബി. അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷമേത്? 1929. ലാഹോർ സമ്മേളനം മുമ്പ് പറഞ്ഞിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം 1929. അടുത്തത്, ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ എത്ര പേർ? 72 പേർ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72 പേരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഏർപ്പെട്ട വർഷമേത്? 1916. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഏർപ്പെട്ട വർഷം 1916. അടുത്തത്, രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത പോയിന്റ്, ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്തത്, ഏത് രോഗം പടർന്നു പിടിച്ചതിന് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ്. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് എന്ന രോഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാര്? AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി AO ഹ്യൂമാണ്.
അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചിരുന്നു? എ എ ഹ്യൂമാണ്. ഓക്കെ, അത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? എ എ ഹ്യൂമാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. അടുത്തത്, സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡൻ്റായത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡൻ്റായത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ഏത്? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്തേണ്ടിയിരുന്നത് പൂനെയിലായിരുന്നു. അത് പ്ലേഗ് എന്ന രോഗത്തെ തുടർന്നാണ് എന്ത് ചെയ്തത്? മുംബൈയിലേക്ക് മാറ്റിയത്. മുംബൈയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വേദി എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനമാണ് ദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്? ജയ്പൂർ. 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് 1921. അടുത്തത്, കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതസ്ഥനാര്? ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതസ്ഥനാണ് ദാദാഭായ് നവറോജി. അടുത്തത്, 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിൻ്റെ ചിത്രമേത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് എന്ന്? 1920. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1920 നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. അടുത്തത്, ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോകസേവാ സംഘം. ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോകസേവാ സംഘം. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത പോയിന്റ്, ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. അടുത്തത്, ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഹരിപുര കോൺഗ്രസ് സമ്മേളനം. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതാര്? ഡഫ്രിൻ പ്രഭു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഡഫ്രിൻ പ്രഭു. അടുത്തത്, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ ഏതിനെയാണ് വിശേഷിപ്പിച്ചത്? സൂറത്ത് പിളർപ്പിനെ. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൂറത്ത് പിളർപ്പിനെയാണ്. അടുത്ത പോയിന്റ്, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായി എത്ര വർഷം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു? 6 വർഷം. മൗലാന അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായി എത്ര വർഷമാണ് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത്? 6 വർഷമാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷമേത്? 1896. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷമാണ് 1896. അടുത്തത്, 1938 കോൺഗ്രസ് സമ്മേളനം നടന്നത് ഹരിപുരയിലാണ്. 1938 കോൺഗ്രസ് സമ്മേളനം നടന്നത് ഹരിപുരയിൽ. ഏത് സംസ്ഥാനത്താണ് ഹരിപുര സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 1938 കോൺഗ്രസ് സമ്മേളനം നടന്നത് ഹരിപുരയിലാണ്, അതായത് ഗുജറാത്തിലെ ഹരിപുരയിലാണ് നടന്നത്. അടുത്തത്, സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ
പ്രസിഡൻ്റായിരുന്നത് ആര്? അബ്ദുൽ കലാം ആസാദ്. തുടർച്ചയായി സ്വാതന്ത്ര്യത്തിന് മുൻപ് 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് അബ്ദുൽ കലാം ആസാദ്. അടുത്ത പോയിന്റ്, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷമേത്? 1959. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷമാണ് 1959. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയം എന്തിനെ സംബന്ധിക്കുന്നതായിരുന്നു? ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയം എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് ചോദിച്ചാൽ ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപം കൊണ്ട വർഷമേത്? 1889. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപം കൊണ്ട വർഷമാണ് 1889. അടുത്തത്, കോൺഗ്രസിൻ്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ട വർഷം 1891. നാഗ്പൂർ സമ്മേളനമാണ് നടന്നത്. 1891 കോൺഗ്രസിൻ്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ടത്. അടുത്ത പോയിന്റ്, ഏത് ജനകീയ സമരത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സർക്കാർ പ്രധാന കോൺഗ്രസ് നേതാക്കളെ മുൻകരുതലെന്നോളം തടവിലാക്കിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് ജനകീയ സമരത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സർക്കാർ പ്രധാന കോൺഗ്രസ് നേതാക്കളെ മുൻകരുതലെന്നോളം തടവിലാക്കിയതെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത്, 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ, അതായത് ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായത് ആരാണ് ചുമതലയേറ്റത്? ജവഹർലാൽ നെഹ്റു. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ, അതായത് ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. അടുത്തത്, ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അടുത്തത്, ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി രണ്ടാം ഊഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1892 അലഹബാദ് സമ്മേളനം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി രണ്ടാം ഊഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1892 അലഹബാദ് സമ്മേളനത്തിലാണ്. അടുത്തത്, 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വില്യം വെഡർബേൻ. 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു വില്യം വെഡർബേൻ. അടുത്തത്, കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമായ ഫെയ്സ്പൂർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമായ ഫെയ്സ്പൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. 1937 ഫെയ്സ്പൂരിൽ സമ്മേളനം നടന്നത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത്, ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായി ഉഷ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായി ഉഷ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത്. അടുത്തത്, ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമേത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്തത്, 1933 കോൺഗ്രസ് പ്രസിഡൻ്റായ വനിത ആര്? നെല്ലി സെൻ ഗുപ്ത. 1933 കോൺഗ്രസ് പ്രസിഡൻ്റായ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. അടുത്തത്,
അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമേത്? മുംബൈ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് മുംബൈ. അടുത്തത്, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് ആര്? JV കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 1947 കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് JV കൃപലാനിയാണ്. അടുത്തത്, ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആര്? ജോർജ് യൂള്. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റാണ് ജോർജ് യൂള്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതാര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അടുത്തത്, 20-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശി ആര്? സർ ഹെൻറി കോട്ടൺ. 1904 20-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശിയാണ് സർ ഹെൻറി കോട്ടൺ. 1904. അടുത്തത്, ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറിയത്? ലാഹോർ സമ്മേളനം. ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറിയത്? ലാഹോർ സമ്മേളനമാണ്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ എവിടെയാണ് പ്രവർത്തിച്ചത്? മുംബൈയിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വകാര്യമായി കോൺഗ്രസ് റേഡിയോ പ്രവർത്തിച്ചത് മുംബൈയിലാണ്. അടുത്തത്, സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്? 13ാമത്തെ. സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 13ാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്. അടുത്തത്, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കെ 1938 രൂപീകരിച്ച ദേശീയാസൂത്രണ സമിതിയുടെ അധ്യക്ഷനാര്? ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കെ 1938 രൂപവൽക്കരിച്ച ദേശീയാസൂത്രണ സമിതിയുടെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. 1933 നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശീയ വനിത എന്നറിയപ്പെടുന്നത് നെല്ലി സെൻ ഗുപ്തയാണ്. എപ്പോഴാണ്? 1933. അടുത്തത്, ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം ഏത്? കാക്കിനാഡ സമ്മേളനം. ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനമാണ് കാക്കിനാഡ സമ്മേളനം. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡൻ്റായ നേതാവ് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡൻ്റായ നേതാവാണ് ദാദാഭായ് നവറോജി. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം ഏത്? 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം 1907. അടുത്തത്, പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? 1920 നാഗ്പൂർ സമ്മേളനം. പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. അടുത്തത്, 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം ഏത്? കൽക്കട്ട സമ്മേളനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൽക്കട്ട സമ്മേളനം. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആര്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി. 1885 WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതും 1885. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആര്? AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന AO ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പ്രസംഗിച്ച വ്യക്തിയും AO ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്നതും AO ഹ്യൂമാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത്? ചെന്നൈ. 1887 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. അടുത്തത്, ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തത്, ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകം രചിച്ചതാര്?
എ.ഒ. ഹ്യൂം. ഗെയിം, ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകങ്ങൾ രചിച്ച വ്യക്തിയാണ് എ.ഒ. ഹ്യൂം. അടുത്തത് കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശി ആര്? വില്യം ബെഡർബേൺ. 1889 1910 കാലഘട്ടങ്ങളിലാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം ബെഡർബേൺ. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആര്? ആനി ബസന്റ്. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തെത്തിയ വ്യക്തി എന്നറിയപ്പെടുന്നത് നെല്ലിസൺ ഗുപ്തയാണ്. അടുത്തത് ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരികയായി എഴുതിയത് ആര്? രാജേന്ദ്ര പ്രസാദ്. പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് രാജേന്ദ്ര പ്രസാദാണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആര്? ഹക്കീം അജ്മൽ ഖാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങൾ കേരള PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 75 ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.